ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും അതുപോലെ തന്നെ ഗംഗേനെയാണ്. അപ്പോൾ രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ പറയുന്ന ഒരു കാരണവശാലും ശംഖു അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ശംഖു എന്നല്ല, ഈ നമ്മുടെ പ്ലാനൊന്നും ഈ വീട്ടിലെ വേറെ ആരും അറിയാൻ പാടില്ല, മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ കമല അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇത് കണ്ട് ഇവരൊന്ന് പേടിച്ചു പോയി കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കമല നേരെ ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ വേഗം ഗൗരി കമലയെടുത്തി എന്ന് വിളിച്ചു. അത് പിന്നെ ഗൗരി, മര്യാദയ്ക്ക് നീ കൂടുതൽ നന്മമരം കാണിച്ച് അതെ ഇപ്പോൾ ഒന്നും ശങ്കറിനോട് പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ടങ്ങ് പോട്ടെ, നീ ഇപ്പോൾ ഗംഗ പറയുന്നത് മാത്രം കേട്ടാൽ മതി, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് വേഗം ഇറങ്ങി അങ്ങ് പോയിട്ടോ. അതെ, അല്ല ഗൗരി, കമലയിടത്തിയുടെ അസുഖം മാറിയോ എന്ന് ചോദിച്ചു. അതെങ്ങനെ മാറാനാ, ഇപ്പം കൂടി ഞാൻ മെഡിസിൻ കൊടുത്തതാ. കമലയിടത്തി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നത് എന്ന് പറഞ്ഞു. കമലയിടത്തി നോർമലായി എന്ന് ഗംഗ തർക്കിക്കുകയാണ്. ഇല്ല, കമലയിടത്തിയുടെ അസുഖം മാറിയിട്ടില്ല. ഈ സമയത്താണ് കമല വീണ്ടും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താ ഡിസ്കഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താണാവോ എന്നറിയില്ലല്ലോ. അല്ല കമലയിടത്തി, നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കേട്ടു, ഞാൻ ആരോടും പറയില്ല കേട്ടോ. നമ്മുടെ അമ്മയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമല്ലേ നിങ്ങൾ ഡിസ്കസ് ചെയ്തത്? അപ്പം കിളി പോയി. തൽക്കാലം നിങ്ങൾ പറയുന്നത് എന്താണെങ്കിലും അനുസരിക്ക്. ദേ ഇപ്പം ശങ്കർ തൽക്കാലം അറിയണ്ട കേട്ടോ. അമ്മയെ സെല്ലിൽ അടച്ച ശേഷം നമുക്ക് ശങ്കറിനോട് എല്ലാം തുറന്നു പറയാം, അത് മതി കേട്ടോ എന്ന് പറഞ്ഞു. അതുവരെ തൽക്കാലം നമ്മൾ രഹസ്യമായിട്ട് വേണം ഓരോ കാര്യങ്ങളും നീങ്ങാൻ, മനസ്സിലായോ എന്ന് ചോദിച്ച് നമ്മുടെ കമല അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അയ്യോ, കമലയിടത്തിൻ്റെ കാര്യം. നമ്മുടെ ചാരങ്ങാട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമൊക്കെ ആയി. നമ്മുടെ ശംഖുവിന് മാത്രം ഉറക്കമില്ല. ശംഖു ആകെ വെകിളി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഗൗരി ഇടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും ആളിങ്ങനെ കിടക്കുകയാണ്. അവസാനം എഴുന്നേറ്റ് ഇരിപ്പ് തുടങ്ങി. ഷു, എന്തൊരു കഷ്ടം. എൻ്റെ സംശയം മാത്രമാണോ? അല്ല, എൻ്റെ സംശയം മാത്രമൊന്നുമല്ല, എന്തോ കാര്യമായ മാറ്റമുണ്ട് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയണം വീണ്ടും. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കിയിട്ട്, അതെ എന്താ പ്രശ്നം, ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഉറക്കം വരണില്ല. എന്നാൽ ഉറക്കം വരുമ്പോൾ കിടന്നോളൂ എന്ന് പറഞ്ഞ് ഗൗരി കിടക്കാൻ തുടങ്ങുക. അതെ, ഒരു മിനിറ്റ്. എന്താ ഉറക്കം വരണില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ ചെയ്തത്? നീ അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ പോയി. നീ എന്നെ കാരണം ചോദിച്ചില്ലല്ലോ ഗൗരിയെ. അതിലിപ്പോൾ എന്താ ഇത്ര ചോദിക്കാൻ? ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഉറങ്ങുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നാലും ഉറക്കം വരാത്തതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ചില ദിവസം അങ്ങനെ ആയിരിക്കും, പ്രത്യേകിച്ച് ഒരു കാരണമില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ഉറക്കം വരണമെന്നില്ല. അല്ല, ശംഖുവിന് ഉറക്കം നഷ്ടപ്പെട്ടതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു കാര്യമില്ലാന്നേ. ശരി, അപ്പം ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും ഗൗരി കിടക്കാൻ തുടങ്ങി. അതെന്നാ പരിപാടിയാണ് ഗൗരിയെ, നീ കിടക്കാതെ നീ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവല്ലേ? ഇനി എന്താ ശംഖുവിൻ്റെ പ്രശ്നം? എന്താ, എനിക്ക് ഉറക്കം വരുന്നു? ഗൗരി, ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് ഉറക്കം വരാണ്ടിരിക്കാൻ ചില കാരണങ്ങളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്ത് കാരണമാണാവോ? നീ ചോദിക്ക്. എന്താ ചോദിക്കണ്ടേ? കാരണങ്ങൾ. ശരി, ശംഖു പറ, എന്താ ആ കാരണങ്ങൾ എന്ന് ചോദിച്ചു. അതെ, നിൻ്റെ തോന്നലാണോ അതോ സംശയമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ? എന്നാൽ പിന്നെ അത്ര വലിയ സീരിയസ് ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ല കേട്ടോ, അത് ചുമ്മാ തോന്നിയതായിരിക്കും. അല്ല, തോന്നൽ മാത്രമല്ല, സീരിയസ് ആയ കാര്യമുണ്ട്. എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ ഗൗരി. എന്താ അങ്ങനെ ഒരു കാര്യം? അല്ല, നമ്മുടെ ഗംഗയെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? ഗംഗ നല്ല കുട്ടിയാ, അതെനിക്കറിയാം, അവൾ നല്ല കുട്ടിയാണെന്ന്. ഞാൻ അതല്ല നിന്നോട് ചോദിച്ചത്. പിന്നെ എന്താ ശംഖുവിൻ്റെ പ്രശ്നം? എൻ്റെ അടുത്ത് ഗംഗ കുറച്ച് ഓവറായിട്ട് കുറച്ച് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നില്ലേ എന്നെനിക്കൊരു ഡൗട്ട്. ആണോ ശംഖു? അപ്പോൾ ഒരു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതെ, അത് ചിലപ്പോൾ ശങ്കറിന് തോന്നിയതായിരിക്കും കേട്ടോ. എനിക്കങ്ങനെ വെറുതെ തോന്നിയതൊന്നല്ല കേട്ടോ ഗൗരി. അവക്കേ ഒരു അടുപ്പം കൂടുതലുള്ളതുപോലെ. നിങ്ങൾ കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ടായിരിക്കും. അതെ, ഒരു ഫ്രണ്ടിനോട് പെരുമാറുന്ന പോലെ അല്ല അവളിപ്പോൾ എന്നോട് പെരുമാറുന്നത്. അതാ
അങ്ങനെയൊക്കെ ശങ്കുവിന് വെറുതെ തോന്നുമായിരിക്കും. പിന്നെ ഗംഗ എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടുന്ന ടൈപ്പല്ലേ? അല്ല ഗൗരി, നീ ശ്രദ്ധിച്ചോ? നമ്മുടെ ഗംഗയുടെ ആ നോട്ടോ സംസാരവും ഒന്നും അത്ര വെടിപ്പല്ല. അവക്കെന്തോ ഉണ്ട്. എന്താ ശങ്കറിത? ഇതേ ഗംഗ ശങ്കറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ സ്വാതന്ത്ര്യവും സ്നേഹമാണ് ആ കുട്ടി ഇപ്പം ശങ്കറിനോട് കാണിക്കുന്നത്. അതെ, ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തെ ശങ്കറിനെ പോലെ ഒരാൾ ഇങ്ങനെ ദയവീത് ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഹൈ എൻ്റെ പൊന്നോ, അതല്ലട്ടത്. ശങ്കറിനി ഒന്നും പറയണ്ട. ഗംഗയെപ്പോലെ അത്രയും നല്ലൊരു ഫ്രണ്ടിനെ ഇത്ര പേർക്ക് കിട്ടും. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം സൗഹൃദം തന്നെയാട്ടോ. അത് കളയണ്ട. മറ്റുള്ളവരൊക്കെ സ്നേഹിക്കുന്നതിന് കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു സുഹൃത്ത് നമ്മളെ സ്നേഹിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. അതിന് സ്നേഹം മാത്രമേ ഉള്ളൂ. ശങ്കറാദ്യം മനസ്സിലാക്കുക. എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നു കിടാവേ, നിൻ്റെ ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ നിനക്ക്? എനിക്ക് ഒരു പ്രശ്നമില്ല. ശങ്കർ, ദേവി ഇത് ഗംഗയെ വെറുതെ തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങളുടെ സൗഹൃദം പരിശുദ്ധവും പരിപാവനവുമാണ്. മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ശങ്കർ കുറച്ചു നേരം നോക്കി ഇരുന്നിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് തല മൂടിയതുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഗൗരിക്ക് ചിരി വന്നിട്ട് പാടില്ല. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുകയാണ്. അതെ എടി നീ പ്രൊഫസറുടെ മോളെ, പഠിപ്പി മോളെ, ഞാൻ ഫ്രീ ആയിട്ട് നിനക്കൊരു ഉപദേശം തരാട്ടോ. വലിയ പുരോഗമന ചിന്താഗതിയായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിൽ അതെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. മനസ്സിലായോടി പ്രൊഫസറുടെ മോളെ എന്ന് ചോദിച്ച് ശങ്കു വീണ്ടും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ശങ്കുവിൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് ഒരു രക്ഷയില്ല. വേഗം ചിരി വന്നിട്ട് ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എനിക്ക് തോന്നിയതായിരിക്കും. മനുഷ്യന് ഒരു സമാധാനം ഇല്ലാണ്ടായി. എന്ത് ചെയ്യാനാ? അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഗംഗയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗൗരി പറയുകയാണ്. കഷ്ടമാണ് കേട്ടോ, പാവം എൻ്റെ ശങ്കു. മോളെ ഗൗരി, രാധമ്മയുടെയും ദേവമാമയുടെയും പ്ലാൻ നമുക്ക് പൊളിച്ചടുക്കണ്ടേ? ഇവരുടെ രണ്ടുപേരുടെയും ശല്യമില്ലാതെ നിനക്ക് നിൻ്റെ ശങ്കുവിനോടൊത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ? വേണ്ടേ? വേണം. എന്നാലും ഒരെന്നാലും ഇല്ല. എന്നാലും ഞാനെല്ലാം ശങ്കുവിനോട് പറഞ്ഞു പോവും. നീ എന്നെ ചതിക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. അല്ല ശരിയാ ഗംഗേ, ഞാൻ പറയട്ടെ, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഒരുപാട് ദിവസമൊന്നും എനിക്കിങ്ങനെ മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ശങ്കുവിനോട് അറിയാതെ പറഞ്ഞു പോവും. അതുകൊണ്ടാണ്. കുറച്ച് ദിവസം കൂടി നീയൊന്ന് ക്ഷമിക്കുമോളെ. ഇന്ന് ഞാൻ ഒരു പണിയും കൂടി ഒപ്പിക്കുന്നുണ്ട്. അപ്പം പാവ ശങ്കുവിൻ്റെ കിളി ഫുള്ളങ്ങ് പറന്ന് പൊയ്ക്കോളും. നീ എന്താ ചെയ്യാൻ പോണത്? അതൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എടി മോളെ ഗൗരി, ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് നിനക്കല്ലേ? അതിൻ്റെ വാശിക്ക് ഞാൻ ശങ്കുവിൻ്റെ പുറകിടക്കുമ്പോൾ ശങ്കു നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കില്ലേ? ആ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ പെണ്ണ് എന്ന് പറഞ്ഞു. ഗംഗ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ശങ്കർ എന്നെ ഒരുപാട് 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 സ്നേഹിക്കണം, അത്രയേ ഉള്ളൂ. ശങ്കു നിന്നെ നിലത്ത് വെക്കാതെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ നീ ഈ പരിപാടിക്ക് കൂട്ടു നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ലേ മോളെ? നീ കൊള്ളാം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ചിരി നിർത്തി രണ്ടുപേരും ഭയങ്കര ഗൗരവഭാവത്തിലായി. അപ്പോൾ രാധാമണി വന്നിട്ട്, അല്ല ഗംഗ മോൾ എന്താ മോളെ കിച്ചണിൽ? എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു. ഇവിടുത്തെ ജോലികളൊക്കെ ഇവള് ചെയ്യുമല്ലോ. അതെന്താണെന്നറിയോ രാധമ്മായി, എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പോൾ ഞാൻ കിച്ചണിലേക്കൊന്ന് വന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഞാൻ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഗൗരി ഒരു തമാശ പറഞ്ഞതല്ലേ. ഈ ഗൗരിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസാ എന്ന് പറഞ്ഞു. അല്ല മോളൊന്ന് വന്നേ എന്ന് പറഞ്ഞു. അതെ ഗംഗമോളെ, അവളുമായിട്ട് വലിയ കമ്പനിയൊന്നും വേണ്ട, പാമ്പാ, സൂക്ഷിക്കണം, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. മോള് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജോലിക്കാരി അങ്ങ് വന്നു. അല്ല, ഇനി വേണമെങ്കിൽ ഞാനിവിടെ വരാം, അടുക്കളയിലെ കാര്യങ്ങൾ ഞാനും ഗൗരി മേഡം കൂടെ നോക്കിക്കോളാം. അപ്പോൾ വേഗം തന്നെ കമല അങ്ങ് വന്നു. ഗൗരി ഇതുവരെയും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇതുവരെ അമ്മയും കൊണ്ട് പോയില്ലേ എന്ന് ചോദിച്ചു. ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യമാണ് ഈ പ്രാന്തി പറയണത് എന്ന് ചോദിച്ചു രാധാമണി. അപ്പം തലയ്ക്ക് സുഖമില്ലാത്തത് എനിക്കല്ല, വെളിവില്ലാത്തത് നിങ്ങൾക്കാ. അപ്പോൾ വേഗം ഇങ്ങനെ ഇവർ രണ്ടുപേരും നോക്കുക. അമ്മയോട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരോടും അമ്മയെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നതിന് മുൻപ് മര്യാദയ്ക്ക് സ്വന്തം കാലിൽ നടന്നു പോകുന്നതായിരിക്കും അമ്മയ്ക്ക് അന്തസ്സ്. ഗൗരി, ഗംഗേ, അമ്മയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടുപേരുടെ തീരുമാനിച്ച കാര്യം
തൽക്കാലം അമ്മയോട് പറയണ്ട കേട്ടോ. ഇവളെന്തൊക്കെയാണ് വിളിച്ച് പറയണത്? എന്തേ വെറുതെ ഭ്രാന്ത് വിളിച്ച് പറയണതൊന്നും അല്ല കേട്ടോ. ഇന്നലെ ഇവർ രണ്ടുപേരും തമ്മിൽ ഇക്കാര്യം സംസാരിക്കണത് ഞാൻ കേട്ടതല്ലേ. അപ്പോൾ ഗംഗയും ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. ഗൗരിയും ഗംഗയും എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് നീ കേട്ടോ? ആ കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഇവർ രണ്ടുപേരും എന്നെക്കുറിച്ച് എന്താ സംസാരിച്ചത്? അമ്മയുടെ കാര്യം തന്നെ സംസാരിച്ചത്. അതെന്താന്നാ നിന്നോട് ചോദിച്ചത്? അമ്മയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം ഇവർ രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ അമ്മയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം നിന്നിട്ട് ഇവർ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നതൊന്നും അമ്മ കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുക. ഏട്ടത്തി, അതെ, ഇവരുടെ മനസ്സിലെ ഭയങ്കര പ്ലാനുകളാണ്, വലിയ വലിയ പ്ലാനുകൾ. ഗംഗമോളെ, ഈ കമല ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കമലയൊന്നും മിണ്ടിയില്ല. അപ്പം എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ വെറുതെ ഗംഗയും എന്നെ സംസാരിക്കുന്നത്? കമലക്കുഞ്ഞ് വെറുതെ പറയില്ലല്ലോ എന്നുടനെ ജോലിക്കാരിയും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമ്മ പറഞ്ഞിട്ടാണ് അന്ന് പടിയിൽ നിങ്ങൾ എണ്ണ ഒഴിച്ചു വെച്ചതെന്ന് ഇതേ കമലടത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് സത്യമായിരുന്നോ എന്ന് ചോദിച്ചു ഉടനെ ഗൗരി. അപ്പം പെട്ടു. എന്താടി ഗൗരി ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം കൊടുക്കടി എന്ന് പറഞ്ഞു. കമല ചൂടാകണം. വേഗം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പച്ചമുളക് ജ്യൂസ് ഇനിയും നീ കുടിക്കേണ്ടി വരൂ കേട്ടോ. അതെ, അത് കമലമോൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് കമലമോൾ അന്ന് പറഞ്ഞതല്ലേ. തള്ളേ, സുഖമില്ലാത്തത് നിങ്ങൾക്കാ. കമലെടുത്തി. ആ സോറി ഗൗരി. ആ അമ്മയുടെ പിരീഡിയാണ് പോയി കിടക്കുന്നത് കേട്ടോ, അല്ലാതെ എൻ്റെ അല്ല കേട്ടോ. കമലെടുത്തി പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. വേഗം കമല. അതെ, ഗൗരി സംസാരിക്കുമ്പോൾ ആരും ഇടയ്ക്ക് കയറി ഒരക്ഷരം മിണ്ടരുത്. കമോൺ ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ചിരിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഗൗരി വേഗം പറയണം. അന്ന് പറഞ്ഞത് കമലെടുത്തിയുടെ വെറും തോന്നലാണെന്നല്ലേ അമ്മ പറഞ്ഞത്? അപ്പോൾ ഇതും വേട്ടത്തിയുടെ വെറും തോന്നലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഗൗരി, എത്രയും വേഗം അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, വെച്ച് താമസിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. ശരി കമലെടുത്തി വാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് കമലയും കൂട്ടിക്കൊണ്ട് ഗൗരി അങ്ങ് പോയി. എന്നാലേ എനിക്ക് ചെറിയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടൻ്റ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, എന്നാൽ ഞാനങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ഗംഗയും പോയി കേട്ടോ. അപ്പോൾ വേഗം തന്നെ വേലക്കാരി, അതെ, കമലക്കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട. ചിലപ്പോൾ മേടവും ഗംഗമോളും ചേർന്നിട്ട് കൊച്ചമ്മയ്ക്കെതിരെ എന്തെങ്കിലും പണി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ? നീ ഒന്ന് പോടി. എൻ്റെ ഗംഗമോളെ ഒരിക്കലും അതിനൊന്നും കൂട്ടു നിൽക്കില്ല. എൻ്റെ പൊന്ന് രാധാമണി കൊച്ചമ്മേ, ആശുപത്രി വന്ന് കാണാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജോലിക്കാരി അങ്ങ് പോയി. പിന്നെ കാണും നമ്മുടെ ഗംഗേനെയാണ്. അപ്പോൾ ഗംഗ വീണ്ടും ശംഖുവിനെ വട്ടാക്കാനായിട്ട് ഒരു ബോക്സുമായിട്ട് ചെല്ലുകയാണ്. ശംഖു എന്ന് വിളിച്ചു. എന്താടി എന്ന് ചോദിച്ചു. ദാ എന്ന് പറഞ്ഞു. ഇതെന്താ? ഇതൊരു ഗിഫ്റ്റ്. അതിന് ഗിഫ്റ്റ് തരാൻ മാത്രം ഇന്നെൻ്റെ പിറന്നാളൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ എനിക്ക്? അതിന് ഗിഫ്റ്റ് തരാൻ പിറന്നാളാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ സ്നേഹം തോന്നുക, അയാളെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ ഒന്ന് പരിഗണിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാറില്ലേ? അതാണ് സ്നേഹത്തോട് നൽകുന്ന ആ ഗിഫ്റ്റ്. അതായിട്ട് കൂട്ടിയാൽ മതി. ഇത് വാങ്ങ് എന്ന് പറഞ്ഞ് ശംഖുവിൻ്റെ കയ്യിലേക്ക് പിടിപ്പിച്ചു. ശംഖു, നീ ബോംബൊന്നും അല്ല, നീ ഇത് താനൊന്ന് തുറന്ന് നോക്കടോ എന്ന് പറഞ്ഞു. അപ്പം തുറന്ന് നോക്കിയപ്പോൾ ഇതെന്താ, ഇന്ന് വല്ല ഹാർട്ട് ഡേ ആണോ? ഈ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് വല്ല ഡേ ആണോ? അപ്പോൾ ഒരു ഹാർട്ടിൻ്റെ പടം അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ശംഖു ഇങ്ങനെ ചോദിച്ചത്. നീ വലിയ ഡയലോഗ് അടിക്കാതെ അതേപോലെ എന്താ എഴുതിയേക്കുന്നതെന്ന് നീ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എടുത്തു വെച്ചിട്ട് ഇതിലെന്തൊട്ട് അടി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വായിച്ച് നോക്കടാ നീ എന്ന് പറഞ്ഞു. എന്താ നീ എന്നെ എഴുതി വെച്ചേക്കുന്നത്? ഈ ഹൃദയത്തിൽ എനിക്ക് മാത്രം ഇടം തരുമോന്ന്. എടി ഗംഗ, നീ എന്നാ ഒരു നോട്ടം നിൻ്റേത്! ഷോ, എൻ്റെ പൊന്നെ ശംഖു, നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. നീ എന്തൊട്ട് തേങ്ങയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? അത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി തീരുമാനം പറയേണ്ടത് നീയാ. തീരുമാനം അത് ഞാൻ ഇപ്പം തന്നെ പറയാട്ടോ എന്ന് പറഞ്ഞ് ശംഖു അത് കൈ പിടിച്ചിട്ട് ഒരു ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു താഴേക്ക്. ഈ സമയത്താണ് നമ്മുടെ ശേഖരൻ അതിലെ ഡാൻസൊക്കെ കളിച്ച് ആളങ്ങോട്ടേക്ക് പറഞ്ഞത്. അപ്പോഴാണ് ഈ ബോക്സ് കിടക്കുന്നത് കാണുന്നത്. ബോക്സ് എടുത്ത് നോക്കിയപ്പോഴത്തേനും അതിനകത്ത് എനിക്ക് മാത്രം ഹൃദയത്തിൽ ഇടം തരുമോ? അയ്യോ, ഇതാരായിരിക്കും ഇങ്ങനൊരു ബോക്സ് എഴുതി വെച്ചിരിക്കുന്നത്
ഇനി വേലക്കാരിയോ മറ്റാണോ? അപ്പോഴാണ് നോക്കുമ്പോൾ നമ്മുടെ ഗംഗ മണ്ട നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമായി ശേഖരന്. അയ്യോ എൻ്റെ പൊന്നോ, അപ്പോൾ ഈ മസിൽ ശേഖരനെ ഇഷ്ടപ്പെട്ടൂലേ? ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ഹൃദയത്തിൽ ഗംഗ മുറപ്പെണ്ണായി നിനക്ക് മാത്രമേ ഇടവുള്ളൂ, വേറെ ആർക്കും ഇടം കൊടുക്കില്ല ഞാൻ. ഇനി ഞാൻ സ്നേഹിച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ആഹാ എന്താ ശേഖരൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ പാട്ടൊക്കെ പാടുക കേട്ടോ. ഇത്ര പെട്ടെന്ന് എനിക്ക് വയ്യ. ഈ ചാരങ്ങാട്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട് അലഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഓരോ പൂവിൽ നിന്നും തേൻ നുകരാൻ മറ്റു പൂവിലേക്ക് പറക്കുന്ന വണ്ടിനെ പോലെ. അയ്യോ വണ്ട് വേണ്ട, മായ്ച്ചള പൂമ്പാറ്റ, അത് മതി. പൂമ്പാറ്റയെ പോലെ ശേഖരൻ പറന്ന് നടക്കും. ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഈ ശേഖരേട്ടൻ വിജയിച്ചു മോളെ. അപ്പോൾ തുള്ളിച്ചാടി ഇങ്ങനെ ഗംഗേന്നൊക്കെ പാട്ടൊക്കെ പാടി ഇങ്ങനെ കയറി ചെല്ലുകയാണ്. എന്നിട്ട് നേരെ മഹാദേവൻ്റെ മുന്നിലേക്ക് ഈ സാധനം നീട്ടി കാണിക്കാണ് കേട്ടോ. ഇതെന്തിട്ടാടാ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ മഹാദേവനൊന്നും മനസ്സിലായില്ല. യച്ചാ ഇതൊക്കെ നോക്കിയേ, ചാരങ്ങാട്ട് മഹാദേവൻ എന്ന ഏറ്റവും പ്രിയപ്പെട്ട അച്ഛ, ഞാനല്ല അച്ഛൻ്റെ പ്രിയപ്പെട്ട മകൻ, എനിക്കറിയാം. ഇതെന്തിട്ടാ കാണുന്നത്, അച്ഛനൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പം നോക്കിയിട്ട് എടാ ഇതെന്തിട്ടാടാ ഇത് എന്ന് ചോദിച്ചു. ഇത് പോരട്ടെ ഇങ്ങോട്ട്, എന്താന്ന് അച്ഛനൊന്ന് പറയുക. എടാ ഇത് മറ്റേ നമ്മൾ ടി വിയിലൊക്കെ കാണിക്കണ സാധനമല്ലേ, ശ്വാസകോശത്തിൻ്റെയും സ്പോഞ്ചിൻ്റെയും പടമല്ലേടാ ഇത് എന്ന് ചോദിച്ചു. സിനിമയൊക്കെ കാണുന്നതിന് മുന്നേ കാണിക്കണത് എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നച്ചാ, ഇത് ശ്വാസകോശവും സ്പോഞ്ചും കിഡ്നിയൊന്നും അല്ലട്ടാ, ഇത് ഹൃദയമാണ് കേട്ടോ, ഹൃദയം, ചങ്ക്. അയ്യോ. അപ്പം മഹാദേവൻ ചിരിച്ചിട്ട് നീ എന്തൊട്ടിനാടാ രാവിലെ തന്നെ ഹൃദയവും കയ്യിൽ തൂക്കി പിടിച്ച് നടക്കണത്? അങ്ങനെ വഴിക്ക് വാ, ചോദിക്ക്, ആരാ അച്ഛന് ഈ ഹൃദയം കണ്ടിട്ട് എന്താ തോന്നിയത് എന്ന് ചോദിച്ചോ. ഇതാരുടെ ഹൃദയമായിരിക്കും അച്ഛൻ പറയാവോ എന്ന് ചോദിച്ച ശേഖരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.